നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് സെൽഫ് ഹീലിംഗ്, എങ്ങനെയാണ് സെൽഫ് ഹീലിംഗ് ചെയ്യുന്നത് എന്നതിനെ പറ്റി പറഞ്ഞു തരാം. ലാസ്റ്റ് സെൽഫ് ഹീലിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്നതിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോയ്ക്ക് ശേഷം എനിക്ക് ഒരുപാട് കമൻസ് വന്നതാണ് സെൽഫ് ഹീലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നേക്കാൾ ഉപരി നിങ്ങൾ എന്തിനാണ് സെൽഫ് ഹീലിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് സെൽഫ് ഹീലിംഗ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ രേഖിയുടെ അറ്റോൺമെൻറ്റ് എടുത്തതിന് ശേഷം ഈ അറ്റോൺമെൻറ്റ് എന്താണെന്ന് ആദ്യം പറഞ്ഞു തരാം. അറ്റോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗുരുവിൽ നിന്നാണ് നമുക്ക് അറ്റോൺമെൻറ്റ് കിട്ടുക. അതായത് പാരമ്പര്യമായി നമ്മളിങ്ങനെ പരമ്പരാഗതമായി കൈമാറി വരുന്നതാണ് ഈ അറ്റോൺമെൻ്റ് എന്ന് പറയുന്നൊരു പ്രോസസ്സ്. ഒരു ഗുരു തൻ്റെ ദിവ്യപ്രകാശത്തെ ശിഷ്യന് ദാനം ചെയ്ത് തൻ്റെ ശിഷ്യനിലെ എല്ലാ നാശത്തെയും ക്ഷയിപ്പിക്കുന്ന പ്രക്രിയയാണ് ദീക്ഷ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വെറുതെ ഒന്ന് ക്രൗൺ ചക്രയിൽ കൈവച്ച് അനുഗ്രഹിക്കുക, അങ്ങനെയല്ല. നിങ്ങളുടെ എല്ലാ ചക്രങ്ങളും ഓറയും ക്ലെൻസ് ചെയ്ത് നിങ്ങളുടെ എല്ലാ ചക്രങ്ങളിലേക്കും രേഖി എന്ന് പറയുന്ന ആ മഹാശക്തിയെ പകർന്നു തരുന്ന ഏറ്റവും ദിവ്യമായ, ഏറ്റവും ദൈവീകമായ ഒരു പ്രക്രിയയാണ് ദീക്ഷ. ഈ ദീക്ഷ നമുക്ക് കിട്ടിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് രേഖി അറ്റോൺമെൻ്റ് എടുത്ത ഒരുപാട് പേരുണ്ട്. ഈവൻ നമ്മുടെ നാട്ടിലാണെങ്കിലും കുറച്ചുകൂടി ഇന്ത്യയുടെ കേസ് പറയുകയാണെങ്കിൽ നോർത്തിലും അതുപോലെ ഫോറിൻ കൺട്രീസിലൊക്കെ രേഖി ഭയങ്കര പേരെടുത്തിട്ടുള്ളൊരു ചികിത്സാ രീതി തന്നെയാണ്. നമ്മൾ ഇങ്ങോട്ട് കേരളീയർക്കും ഈ ഒരു ഭാഗത്തേക്കൊക്കെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള അത്ര അറിവ് ഇല്ലാത്തത്. സോ ഈ അറ്റോൺമെൻ്റ് എടുത്ത ഒരുപാട് പേരുണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഈ അറ്റോൺമെൻ്റ് എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ഹീലിംഗ് ചെയ്യണം. എന്തിനാണ് നിങ്ങളടുത്ത് 21 ദിവസം കൃത്യമായി ഹീലിംഗ് ചെയ്യണം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരുപാട് പോയിൻറ്റുകളുണ്ട്. ഈ പോയിൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ. നമ്മുടെ ശരീരത്തിൽ 576 ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്. ഈ ഊർജ്ജ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 7 ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്. റൂട്ട് ചക്ര, സാക്രൽ ചക്ര, സോളാർ പ്ലക്സസ് ചക്ര, ഹാർട്ട് ചക്ര, ത്രോട്ട് ചക്ര, ആജ്ഞാ ചക്ര, ദെൻ ക്രൗൺ ചക്ര. ഈ 7 ചക്രങ്ങളെ പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. സോ ഈ 7 ചക്രങ്ങൾ മേജർ ചക്രാസാണ്. ഇത് കൂടാണ്ട് ഒരുപാട് ചക്രങ്ങളുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഇമോഷൻസ്, സ്ട്രെസ്സ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഒരു വ്യക്തിയുടെ എല്ലാ തലങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ഊർജ്ജ കേന്ദ്രങ്ങളുണ്ട്. ഈ ഊർജ്ജ കേന്ദ്രങ്ങളിലാണ്, അതായത് പ്രധാനപ്പെട്ട അവയവങ്ങളാവാം, അതായത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ഫങ്ഷൻസ് ഉണ്ടാകുന്ന ബോഡി പാർട്സ് ആവാം, നമ്മുടെ ഗ്ലാൻസ് ആവാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, നമ്മുടെ ജോയിൻറ്റ്സ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ സെൽഫ് ഹീലിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ആ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. സോ ഇങ്ങനെയുള്ള പോയിൻറ്റ്സിൽ നമ്മൾ കൈകൾ വച്ചിട്ട് രേഖിയെ ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനൊരു കൃത്യമായ പ്രൊസീജിയറുണ്ട്. നമ്മൾ രേഖിയെ കോൾ ചെയ്ത്, രേഖി സിമ്പിൾസ് പഠിച്ച ആളുകളാണെങ്കിൽ സിമ്പിൾസ് കൈകളിൽ വരച്ച്, കൈകൾ ശുദ്ധീകരിച്ചതിന് ശേഷം സിമ്പിൾ കൈകളിൽ വരയ്ക്കുക. അതിന് ശേഷം നിങ്ങൾ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ട് വേണം രേഖി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ സെൽഫ് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പം രേഖിയുടെ ക്ലാസ് കൊടുക്കുമ്പോൾ പലരും എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞത് 24 പോയിൻറ്റ്സ് ഉണ്ട്, പക്ഷേ ആദ്യത്തെ 21 ദിവസം മാത്രം നിങ്ങൾ 24 പോയിൻറ്റ്സ് ചെയ്താൽ മതി, അതിനുശേഷം ചക്രാസ് മാത്രം എനർജൈസ് ചെയ്താൽ മതി എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രേഖി എല്ലാ ദിവസവും എല്ലാ പോയിൻറ്റ്സിലും കൊടുക്കണം. അതാണ് അതിൻ്റെ പ്രോപ്പർ വേ എന്ന് പറയുന്നത്. കാരണം എന്തെന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ പോയിൻറ്റിലും, നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ പോയിൻറ്റുകളിലും അതിൻ്റേതായ പ്രാധാന്യം ആ പോയിൻറ്റ്സ് അർഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കൈകൾ വെച്ച് രേഖിയെ അതിലൂടെ ഫ്ലോ ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ അവിടെ എനർജൈസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഓരോ ഗുരുക്കന്മാരും ഓരോ രീതിയിലായിരിക്കും. എനിക്കറിയാവുന്ന ഏറ്റവും നല്ലൊരു രീതി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴിയിൽ ഫോളോ ചെയ്യാം. ഓക്കെ. അപ്പം നമ്മൾ ആദ്യത്തെ 21 ദിവസം കൃത്യമായ രേഖി സാധന നിർബന്ധമാണ്. നമ്മൾ അറ്റോൺമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റേതല്ലാതെ വേറെ ഒരു ദിവ്യമായ അല്ലെങ്കിൽ ദൈവീകമായൊരു എനർജിയാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ 7 ചക്രങ്ങളിലേക്കും ഈ എനർജി പ്രവഹിക്കുകയും ഇതനുസരിച്ച് 7 ചക്രങ്ങളും ക്ലെൻസ് ചെയ്യുകയും അത് ഹീലാവുകയും അത് ആക്ടിവേറ്റ് ആക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിനാണ് നമ്മൾ 21 ദിവസം കൃത്യമായി രേഖി ചെയ്യണമെന്ന് പറയുന്നത്. പ്രധാനമായും നമ്മൾ എല്ലാ ദിവസവും 7 ചക്രങ്ങൾ നിർബന്ധമായും നമ്മൾ ചെയ്തിരിക്കണം. ഇങ്ങനെ ഹീലിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു മനുഷ്യൻ്റെ എല്ലാ തലങ്ങളിലേക്കും ആ വ്യക്തിയെ ഉയർത്താൻ രേഖയിലൂടെ സാധിക്കും. എങ്ങനെയാണ് ഒരു വ്യക്തിയെ എല്ലാ തലത്തിലേക്കും ഉയർത്തുന്നത് എന്ന് പറഞ്ഞു തരാം. അതിനു മുൻപ് ഏതൊക്കെയാണ് പോയിൻറ്റ്സ് എന്നും എങ്ങനെയാണ് ഹീലിംഗ് കൊടുക്കേണ്ടതെന്നും പറഞ്ഞു തരാം. 21 ദിവസം കൃത്യമായി നമ്മൾ രേഖി ചെയ്യുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പാർഷ്യലി ചെയ്യാം. അതായത് എല്ലാ പോയിൻറ്റ്സും ഇപ്പോൾ 24 28 എത്ര പോയിൻറ്റ്സും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ബോഡി പാർട്സിലേക്ക് നമ്മൾ കൈകൾ വച്ച് അതായത് എനർജൈസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് പാർഷ്യലി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതായത് രാവിലെ ഒരു 10 പോയിൻറ്റ്സ്, ഈവനിങ്ങിലൊരു 10 പോയിൻറ്റ്സ്, ബാക്കിയുള്ള പോയിൻറ്റ്സ് രാത്രി, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചക്രാസാണ് ആദ്യം എനർജൈസ് ചെയ്യേണ്ടത്. ചക്രാസ് ഒരിക്കലും നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് ഹീലിംഗ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ പൂർണ്ണമായും 7 ചക്രങ്ങൾക്ക് ആദ്യം എനർജൈസ് ചെയ്തിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള പോയിൻറ്റ്സ് കട്ട് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഒഴിവാക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ പാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നമ്മൾ 21 ദിവസം എന്നതിന് പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ 3 ദിവസങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ഓരോ ചക്രാസും എനർജൈസ്ഡ് ആവുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ 7 ഓറയുടെ ലെയേഴ്സ്, അതായത് ഓറയ്ക്ക് 7 ലെയേഴ്സ് ഉണ്ട്. സോ ഈ ഓറയുടെ 7 ലെയേഴ്സുമായിട്ട് നമ്മുടെ ചക്രാസ് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും രേഖി ചെയ്യണമെന്നും എല്ലാ ദിവസവും രേഖിയാൽ പ്രൊട്ടക്ഷൻ എടുക്കണമെന്നും പറയുന്നത്. ദിവസവും നമ്മളൊരു മിററിനെ തുടച്ച് വൃത്തിയാക്കി വെക്കുമ്പോൾ അതെന്തുമാത്രം തിളങ്ങുമോ അതുപോലെ തന്നെയാണ് നമ്മൾ രേഖി വെച്ച് എല്ലാ ദിവസവും എനർജൈസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ വ്യക്തിയുടെ പേഴ്സണൽ, ഫൈനാൻഷ്യൽ, മെൻ്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ തുടങ്ങി എല്ലാ തലത്തിലേക്കും അവർക്ക് എല്ലാ രീതിയിലുള്ള ബ്ലെസ്സിങ്സും ഉയർച്ചയും ഉണ്ടാവുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഹീലിംഗ് കൊടുക്കാം? നമ്മുടെ കൈകളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രേഖിയെ വിളിക്കുകയും, ഇനി സിമ്പിൾസ് പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ സിമ്പിൾസ് അറിയാം ആ സിമ്പിൾസ് കൈകളിൽ വരയ്ക്കുകയും, ഓരോ ഗുരുക്കന്മാർ ഓരോ രീതിയിലാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾസിനെ പറ്റി എടുത്ത് പറയാത്തത്. ആ സിമ്പിൾസ് നിങ്ങളുടെ കൈകളിൽ വരയ്ക്കുകയും അതിനുശേഷം പ്രൊട്ടക്ഷൻ കൊടുക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ കൈ ഒരു കുമ്പിൾ പോലെ ആക്കിയിട്ടാണ് വെക്കേണ്ടത്. എല്ലാ ഫിംഗേഴ്സും ചേർത്ത് വെച്ച് കുമ്പിൾ പോലെ ആക്കി വെച്ചിട്ട് വേണം നമ്മൾ എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട്. രേഖി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ തൊട്ടുകൊണ്ടോ തൊടാതെയോ അല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ നിങ്ങൾക്ക് രേഖി എനർജി നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കാം. അതായത് എനർജൈസ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെ നമുക്ക് ഹീൽ ചെയ്യാം? വെറുതെ നമ്മുടെ കൈകൾ നമ്മുടെ ദേഹത്തെ ടച്ച് ചെയ്തത് കൊണ്ട് രേഖി ചിലപ്പോൾ ഫ്ലോ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോഴെന്നല്ല രേഖി ഫ്ലോ ചെയ്യും. പക്ഷെ അങ്ങനെ മാത്രം ഫ്ലോ ചെയ്തത് കൊണ്ട് കാര്യമില്ല. പലരും കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ബെല്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ ബെല്ലൊക്കെ ഇങ്ങനെ 24 പോയിൻറ്റ്സിന് 2 മിനിറ്റ്സ് വെച്ചിട്ടുള്ള ബെല്ല്, 3 മിനിറ്റ്സ് വെച്ചിട്ടുള്ള ബെല്ല് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരിക്കലും സത്യത്തിൽ നിങ്ങളങ്ങനെ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ രേഖിയെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. രേഖി വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, ഒരു ഡിവൈൻ എനർജിയാണ്. സോ ആ എനർജിയെ നമ്മൾ എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മളവിടെ ബെല്ല് വെക്കുന്ന സമയത്ത് ഈവൻ നമ്മളൊരു പോയിൻറ്റിൽ ഹീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ റൂട്ട് ചക്ര ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഹീലാവാനുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൈ വെക്കണ്ടേ? നേരെ നെക്സ്റ്റ് പോയിൻറ്റ് സാക്രൽ ചക്രയിൽ വെച്ചാൽ റൂട്ട് ചക്ര ഹീലാവോ? ഇല്ല.
അപ്പോൾ നമ്മൾ എത്രത്തോളം ഹീൽ ചെയ്യണം അല്ലെങ്കിൽ എത്ര ഹീലാവാനുണ്ട് എന്നത് രേഖിക്കറിയാം. സോ നമ്മൾ അവിടെ കൈവച്ച് നമ്മൾക്ക് മതി എന്ന് രേഖി നമ്മളെ കൊണ്ട് തന്നെ ഫീൽ ചെയ്യിപ്പിക്കും. അപ്പോൾ മാത്രം അടുത്ത പോയിന്റിലേക്ക് കൈകൾ വയ്ക്കുക. ഇങ്ങനെ രേഖിയെ നമ്മൾ കൺട്രോൾ ചെയ്യാതെ നമ്മളെ രേഖി കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ വേണം സെൽഫ് ഹീലിംഗ് ചെയ്യാൻ. അതുമാത്രമല്ല, നിങ്ങൾ ഓരോ പോയിൻറ്റ്സിലും കൈകൾ വയ്ക്കുന്ന സമയത്ത് ഓരോ പോയിൻറ്റ്സിലും കൈകൾ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യാം. അതായത് റൂട്ട് ചക്രയിൽ കൈവയ്ക്കുന്ന സമയത്ത് തൻ്റെ കയ്യിൽ നിന്നും ഒരു വൈറ്റ് കളറിലുള്ള ഒരു ഡിവൈൻ ലൈറ്റ്, രേഖി എന്ന ഡിവൈൻ ലൈറ്റ് റൂട്ട് ചക്രയിലേക്ക് പോകുന്നതായും അവിടെ ക്ലെൻസ് ചെയ്യപ്പെടുന്നതായും റൂട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്നതായും നമ്മളുടെ ഒരു വ്യക്തിയുടെ ബേസിക് നീഡ്സ് എന്താണോ അവയെല്ലാം നാം ഫുൾഫിൽ ചെയ്യുന്നതായും നമുക്ക് സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായി, നമ്മളിൽ നിന്നും സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇവയെല്ലാം ഒഴിഞ്ഞു പോകുന്നതായൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അഫർമേഷൻ പറയാം. പോസിറ്റീവായ എല്ലാ അഫർമേഷൻസും നമുക്ക് പറയാം. അതുപോലെ ഓരോ ചക്രങ്ങളിൽ വയ്ക്കുന്ന സമയത്ത് ആ ചക്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഗ്ലാൻസും എല്ലാ ഓർഗൻസും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അഫർമേഷൻ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇങ്ങനെ നമ്മൾ ഓരോ ചക്രങ്ങളിലും വെക്കുന്ന സമയത്ത് ആ ചക്രങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ബോഡി പാർട്സിന് എനർജി ലഭിക്കുകയും അതോടൊപ്പം അത് നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. ഇങ്ങനെ വേണം നമ്മൾ അഫർമേഷൻ പറഞ്ഞും വിഷ്വലൈസേഷൻ ചെയ്തൊക്കെ രേഖി കൊടുക്കാൻ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ തലത്തിലുമുള്ള ഉയർച്ച വരുന്നത്. കാരണം എന്തെന്നാൽ ഓരോ ചക്രയും ഒരു മനുഷ്യൻ്റെ എല്ലാ തലങ്ങളുമായി കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ റൂട്ട് ചക്ര നമ്മുടെ ഫിനാൻസുമായി കണക്റ്റഡ് ആണ്. സാക്രൽ ചക്ര നമ്മുടെ ക്രിയേറ്റിവിറ്റിയുമായി കണക്റ്റഡ് ആണ്. സോ സാക്രൽ ചക്രയിൽ കൈവയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അഫർമേഷൻ പറയാം. എൻ്റെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്ത് തന്നതിന് താങ്ക് യു. നമ്മുടെ ടാലൻസ് ഇൻക്രീസ് ചെയ്ത് തന്നതിന് താങ്ക് യു. അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പ്, ഹാർട്ട് ചക്രയാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആക്കി തന്നതിന് താങ്ക് യു പറയാം. സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്ത് തന്നതിന് താങ്ക് യു പറയാം. ഇങ്ങനെ നമുക്ക് എല്ലാ തലത്തിലേക്കും രേഖയെ കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ സെൽഫ് ഹീലിങ്ങിലൂടെ നമ്മുടെ എല്ലാ തലത്തിലേക്കും നമ്മുടെ ഉയർച്ചയ്ക്ക് രേഖയെ നമുക്കൊരു കാരണമാക്കാൻ പറ്റും. ഇങ്ങനെ വേണം നമ്മൾ ഹീലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. 24 പോയിൻറ്റ്സും അല്ലെങ്കിൽ 28 പോയിൻറ്റ്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ ഒരുപാട് ലെങ്തിയായി പോകും വീഡിയോ, ഒരുപാട് ലെങ്തിയായി പോകും. സോ ഓരോ പോയിൻറ്റ്സിലും കൈവയ്ക്കുന്ന സമയത്ത് ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ചക്രാസ് ഹീൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. രേഖയിൽ റൂട്ട് ചക്രയും ക്രൗൺ ചക്രയും മാത്രമാണ് ഒരു പോയിൻ്റ് വരുന്നത്. അതായത് മുകളിലാണെങ്കിൽ ക്രൗൺ ചക്ര, ഏറ്റവും താഴെ റൂട്ട് ചക്ര, അവിടെയാണ് ഓരോ പോയിൻ്റ് വരുന്നത്. ബാക്കി എല്ലാ ചക്രങ്ങൾക്കും ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഹീലിംഗ് കൊടുക്കണം. ഫ്രണ്ടിലും കൊടുക്കണം, ബാക്കിലും കൊടുക്കണം. അപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. അങ്ങനെ വേണം നമ്മൾ ഹീലിംഗ് ചെയ്യാൻ. നമ്മൾ കൃത്യമായിട്ട് പോയിൻറ്റ്സ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ ഒരിക്കലും പോയിൻറ്റ്സ് നോക്കി ചെയ്യാൻ ശ്രമിക്കരുത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ അത് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അതൊരു സ്ഥിരം ശീലമാക്കാതിരിക്കുക. പോയിൻറ്റ്സ് ഒന്ന് ബൈഹാർട്ട് ചെയ്താൽ നമുക്ക് നോക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിൻറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ അങ്ങ് നീങ്ങിക്കോളും. എല്ലാം നോക്കി ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോവും. രേഖയിലെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ അഫർമേഷൻ, നമ്മുടെ വിഷ്വലൈസേഷൻ, നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഇൻറ്റ്യൂഷൻ, നമ്മുടെ ഇൻറ്റൻഷൻ, ഇതെല്ലാം ഇതിന് ഘടകമാണ്. സോ നമ്മൾ എങ്ങനെയൊക്കെ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്ത് ഡെഡിക്കേഷനോട് കൂടി അഫർമേഷൻ പറഞ്ഞുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ രേഖി ചെയ്യുന്നോ അത്രയേറെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ ഓരോ ചക്രങ്ങളിൽ വയ്ക്കുമ്പോഴും നിങ്ങൾക്ക് ആദ്യം ചക്രങ്ങളെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ എങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. എന്താണ്, ഏതൊക്കെ ചക്രയെ ഏതൊക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ഏതൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഓരോ ചക്രയും ആക്ടിവേറ്റഡ് ആയാൽ നമ്മളിലേക്ക് വരുന്നത്. ഇത്തരം കാര്യങ്ങളെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും ഓരോ ചക്രാസും ആക്ടിവേറ്റ് ചെയ്യുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട അഫർമേഷൻസ് നിങ്ങൾക്ക് പറയാം.
നമ്മൾ കൃത്യമായിട്ട് റേക്കി ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മളിൽ മാറ്റം ഉണ്ടാകുന്നതും അങ്ങനെ തന്നെയാണ്. ഇനി നമ്മുടെ ചക്രങ്ങൾ മാത്രമല്ലാണ്ട് വേറെയും കുറച്ച് പോയിൻറ്റ്സ് വരുന്നുണ്ട്. നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, നമ്മുടെ ശ്വാസകോശം, അതുപോലെ പാൻക്രിയാസ്, ലിവർ, കിഡ്നി, കാൽമുട്ട്, കാലിൻ്റെ അടിഭാഗം അതായത് കാൽപാദം, ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ വരുന്നുണ്ട്. കാഫ് മസിൽസ്, തൈ ഏരിയ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. സോ ഈ പോയിൻറ്റ്സിലൊക്കെ നമുക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് അഫർമേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഹീലിംഗ് ചെയ്യാം. പൂർണ്ണ ആരോഗ്യം ഉണ്ടാവട്ടെ. കാരണം ഇപ്പം നിങ്ങളൊരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ചക്രാസും എനർജൈസ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ പാൻക്രിയാസിൻ്റെ ഭാഗത്ത് നിങ്ങൾ കൈകൾ വെച്ച് പൂർണ്ണ ആരോഗ്യം ഉണ്ടാവട്ടെ, ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു ബോഡി പാർട്സ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന അഫർമേഷൻ പറഞ്ഞുകൊണ്ട് ഹീലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബോഡി പാർട്ട് ഏറ്റവും നല്ല രീതിയിൽ എനർജൈസ്ഡ് ആവുകയും ഷുഗർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ഉള്ള ആളാണെങ്കിൽ ആ ഒരു അസുഖം അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പാൻക്രിയാസിൻ്റെ പ്രവർത്തനം മോശമാകുമ്പോഴാണ് നമുക്ക് ഷുഗർ എന്ന് പറയുന്ന അസുഖം വരുന്നത്, ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. സോ അവിടെ ആ ഒരു ബോഡി പാർട്ടിലേക്ക് ആവശ്യമനുസരിച്ചിട്ടുള്ള എനർജി ഫ്ലോ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഏറ്റവും ആരോഗ്യവാനാവുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രശ്നം നിങ്ങളിൽ നിന്ന് ഇല്ലാതാവും. നമ്മളൊരാൾക്ക് ഹീലിംഗ് കൊടുക്കുമ്പോഴും ഏത് ബോഡി പാർട്ടിനാണോ കൊടുക്കേണ്ടത്, എന്താണ് അവിടുത്തെ അസുഖമെന്ന് മനസ്സിലാക്കി ആ ബോഡി പാർട്ടിന് നമ്മൾ എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അത് തന്നെയാണ് നമ്മൾ സെൽഫ് ഹീലിങ്ങിലും ചെയ്യുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കൃത്യമായി സെൽഫ് ഹീലിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും പ്രായം തോന്നില്ല. എത്ര പേർക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് ഇപ്പോൾ ഒരു 40 അല്ലെങ്കിൽ 45 വയസ്സുള്ള ഒരാൾക്ക് കണ്ടാൽ ഒരു 35 അല്ലെങ്കിൽ ഒരു 33 തോന്നിക്കത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർ നിരന്തരമായി റേക്കി ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും. സ്കിന്ന് ചുളിയത്തില്ല, അതുപോലെ ഹെയർ കൊഴിയുന്നത് കുറവായിരിക്കും. പിന്നെ നമ്മുടെ കണ്ണിന് നല്ല ഭംഗിയുണ്ടാവും, അതായത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ നിരന്തരമായി റേക്കി ചെയ്യുമ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടാണ് നമ്മൾ മാറുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കും. അതുപോലെ ചക്രങ്ങളെല്ലാം ക്ലെൻസ് ചെയ്യുന്നതിലൂടെ നമ്മളിൽ ഹിഡൻ ആയിട്ട് അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും. ഇതെല്ലാം പുറത്തോട്ട് വരാൻ തുടങ്ങും. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സ്റ്റാർട്ടിങ്ങിൽ അതായത് 21 ദിവസം പൂർത്തിയാക്കാത്ത ആളുകളുടെ അടുത്ത് പറയേണ്ട കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് റേക്കി സ്റ്റാർട്ട് ചെയ്ത്, എത്രയോ പേര് അങ്ങനെയുണ്ട്, ഒരു 3-4 ദിവസം റേക്കി ചെയ്തിട്ട് അതുവരെ ഇല്ലാത്ത ബോഡി പെയിൻ, ഫോർ എക്സാമ്പിൾ നടുവേദന വരിക, അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ വരിക, കാൽമുട്ടിന് വേദന വരിക, ചില ആൾക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ആയിരിക്കാം, അല്ലെങ്കിൽ ലൂസ് മോഷൻ പോലെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഓവറായിട്ട് ഇപ്പം പീരീഡ്സിൻ്റെതാണെങ്കിൽ ചില ആളുകൾക്ക് പെട്ടെന്ന് ഒരു മാസം തന്നെ ഒന്നിൽ കൂടുതൽ തവണ പീരീഡ്സ് ആവുക, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ അത് നോർമലാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം ഉണ്ടായിരിക്കാം. സോ ആ പ്രോബ്ലത്തിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം റേക്കി തന്നെ അത് ക്യൂറാക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യും, 4 ദിവസം ചെയ്യുമ്പോൾ ഓവറായിട്ടൊരു തലവേദന വന്നാലോ, അല്ലെങ്കിൽ ഒരു ബാക്ക് പെയിനോ, അല്ലെങ്കിൽ ഷോൾഡർ പെയിനോ, കാൽമുട്ട് വേദനയൊക്കെ വന്നാൽ, അയ്യോ ഇത് ചെയ്യുന്നത് വരെ എനിക്ക് പ്രോബ്ലം ഇല്ലായിരുന്നു, ഇത് ചെയ്തതിന് ശേഷമാണ് പ്രോബ്ലം വന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും റേക്കി സ്റ്റോപ്പ് ചെയ്യരുത്. അത് ഹിഡൻ ആയിട്ട്, അതായത് പിൽക്കാലത്ത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആ ഒരു രോഗത്തെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെയാണ് റേക്കി പൂർണ്ണമായും ഇല്ലാതാക്കുന്നത്. ഇനി എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഓരോ ഗുരുക്കന്മാരുടെയും കീഴിലുള്ള സിമ്പിൾസ് വ്യത്യാസം ഉണ്ടാവാം. കാരണം ഞാനിപ്പോൾ ഒന്നിൽ കൂടുതൽ പേരെടുത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും, ഓരോ ഗുരുക്കന്മാരുടെ അടുത്തുള്ള സിമ്പിൾസിൽ വ്യത്യാസം ഉണ്ടാവാം. സോ നിങ്ങൾ പഠിക്കുന്ന സിമ്പിൾസ് അത് ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, കഴിയുന്നത്ര ആ സിമ്പിൾസ് ബൈ ഹാർട്ട് ചെയ്ത് നിങ്ങൾ സെൽഫ് ഹീലിങ്ങിൽ ഈ പറയുന്ന എല്ലാ സിമ്പിൾസും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ബാഡ് കർമ്മ റിലീസ് ചെയ്യുന്ന സിമ്പിൾസ് ഉണ്ട്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുന്ന സിമ്പിൾസ് ഉണ്ട്, നിങ്ങൾക്ക് ഫ്യൂച്ചർ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സിമ്പിൾസ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഹീലിങ്ങിനുണ്ട്,
നമ്മളിലേക്ക് പ്രോസ്പിരിറ്റി വരാനുള്ള സിമ്പിൾസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സിമ്പിൾസ് നമുക്കുണ്ട്. സോ ഈ സിമ്പിൾസ് എല്ലാം നിങ്ങൾ റീക്കി സെൽഫ് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിലും ഈ തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. സോ നമ്മൾ ഡെയിലി ഹീലിംഗ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇത്തരത്തിൽ നമുക്കിതെല്ലാം ഒഴിവാക്കാൻ പറ്റും. ഈ സിമ്പിൾസ് യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ബാഡ് കർമാസ് നമുക്ക് റിലീസ് ചെയ്യാം, നമ്മുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാം, നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് ബ്യൂട്ടിഫുള്ളാക്കി കൊണ്ടുവരാം, നമ്മുടെ ബാഡ് കർമാസൊക്കെ റിലീസ് ചെയ്ത് എന്താണോ നമുക്ക് വേണ്ട പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുമാത്രമല്ല, ഇവിടെ റീക്കി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ വൺസ് നിങ്ങൾ അതിൻ്റെ ചാനലായി കഴിഞ്ഞാൽ, റീക്കിയുടെ ചാനലായി കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ ഹൈ ആവാൻ തുടങ്ങും. സോ ഓരോ അറ്റോൺമെൻറ്റ് എടുക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ ഹൈ ആയിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ഹൈ ആവുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ചക്രാസും നമ്മുടെ മാനിഫെസ്റ്റേഷനും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. ഞാൻ അതിനെ പറ്റിയിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തരാം. അപ്പം നമ്മൾ കൃത്യമായിട്ട് റീക്കി ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ക്ലെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാം ക്ലെൻസ് ചെയ്യുന്നു, ഹീൽ ചെയ്യുന്നു, അതോടൊപ്പം എനർജൈസ് ചെയ്യുകയും കൂടാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു എനർജറ്റിക് ബോഡിയാണ്. സോ ഇവിടേക്ക് ആവശ്യത്തിനുള്ള എനർജി വരുമ്പോൾ അവിടെയുള്ള എല്ലാ നെഗറ്റിവിറ്റിയും റിമൂവ് ആവുന്നു. അതോടൊപ്പം ഏറ്റവും നല്ല രീതിയിൽ അത് ക്ലെൻസ് ചെയ്യാണ്, ആക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ കൃത്യമായിട്ട് റേക്കി സാധന ചെയ്യുന്ന ഒരു ആളുടെ എല്ലാ ചക്രാസും എനർജൈസ്ഡ് ആവുന്നതിനോടൊപ്പം അവർക്ക് മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ടാവും, നല്ല വിഷ്വലൈസേഷൻ പവർ ഉണ്ടാവും, നല്ല വേർഡ് എനർജി ഉണ്ടാവും. നമ്മൾ പറയുന്ന വാക്കിന് നല്ല ശക്തിയായിരിക്കും. അത് നിങ്ങൾ റേക്കി പഠിച്ച എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ മണിരേക്കിക്ക് എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയും, നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുക, പ്രത്യേകിച്ച് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം അവർക്ക് അറ്റോൺമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അവരുടെ ത്രോട്ട് ചക്രയിലും ദ സെയിം എനർജി, അതായത് മണിരേഖയുടെ എനർജി അവരുടെ ത്രോട്ട് ചക്രയിൽ കൂടി ഇംപ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനാൽ അവരുടെ വേർഡിന് ഒരു എനർജി ഉണ്ട്. അതേപോലെ തന്നെ റേക്കിയുടെ ചാനലായ ആളുകൾക്കും എല്ലാ ചക്രങ്ങളിലേക്കും എനർജി ഉണ്ട്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് സെൽഫ് ഹീലിംഗ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ഇത്തരത്തിലുള്ള എല്ലാ കഴിവുകളും എല്ലാ തലത്തിലേക്കും നിങ്ങൾ ഉയരുകയാണ് ചെയ്യുന്നത്. സോ സെൽഫ് ഹീലിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി തൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഉയരുന്നത് എന്നതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ദയവ് ചേർന്ന് ടൈം സെറ്റ് ചെയ്യാതെ ചെയ്യുക. അതുപോലെ കണ്ണുകൾ അടച്ച് ചെയ്യാൻ ശ്രമിക്കുക. കൃത്യമായ വിഷ്വലൈസേഷനും കൃത്യമായ അഫർമേഷൻ, പോസിറ്റീവായ അഫർമേഷൻ, നല്ല ഇൻറ്റൻഷൻ, അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധയോടും ഏറ്റവും ഡെഡിക്കേഷനോടും കൂടി നിങ്ങൾ റേക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ ഉപരി റേക്കി നിങ്ങൾക്ക് തരും. സോ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു.